ആ വ്യക്തിയെ ഇതിൽ നിന്ന് മുക്തമാക്കലാണ് ഏറ്റവും വലിയ കടമ. അതാരോ ആവട്ടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു നാടിൻ്റെ വേദനയായി മാറുകയാണ്. ആ വ്യക്തി ലഹരിക്കടിപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനല്ലാതാക്കുകയാണ്. സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല. അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷവും ലഹരി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊക്കെയോ കുടുംബങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. കത്തിച്ച് വലിച്ചും കുത്തിവെച്ചും കുടിച്ചും അപരൻ്റെ തലയടിച്ചു പൊളിച്ചും നമ്മുടെ നാടിൻ്റെ കൗമാരവും യൗവനവും പട്ടുപോകാൻ അനുവദിച്ചുകൂടാ. എല്ലാ കാര്യങ്ങളിലും മാതൃകയാവുന്ന നവോത്ഥാന കേരളത്തിന് ഭൂഷണമല്ലാത്ത വലിയ ദുരന്തമായി നിരോധിത ലഹരി നടമാടാൻ അനുവദിക്കരുത്. കരുതലോടെ സർക്കാർ നടപടികൾക്കൊപ്പം കക്ഷി രാഷ്ട്രീയ അതീതമായി നമുക്ക് ഒന്നുചേരാം. കോവിഡിനെയും പ്രളയത്തെയും പോലെ ഇപ്പോഴത്തെ വിപത്തായ ഈ രാസലഹരി ദുരന്തത്തെ നമുക്ക് മറികടക്കാം. സിരകളിൽ ലഹരി നിറഞ്ഞ അന്തരീക്ഷങ്ങൾക്ക് വിട പറയാം. അസ്ഥികളെ ദ്രവിപ്പിക്കുന്ന ഈ ദുഷിച്ച പ്രവണതകളെ വേരോടെ പിഴുതെറിയാം. കൈരളിയോട് തട്ടിക്കയറിയതുപോലെ രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ ഈ കൊടിയ വിപത്തിൻ്റെ വാഹകരെ ന്യായീകരിക്കരുത്. പിടിയിലായവർ KSUക്കാരെന്ന് തെളിഞ്ഞാൽ അവർക്ക് വേണ്ടിയും ന്യായീകരണമരുത്. ഇതിലും നിരോധിത ലഹരിയുടെ പ്രതിരോധത്തിലും രാജ്യത്തിന് നമ്മുടെ നവോത്ഥാന നാട് മാതൃകയാകട്ടെ. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. എന്തൊക്കെയാണ് ലഹരിയുടെ വിപത്തിനെ ഒന്നിച്ച് നേരിടാൻ വേണ്ട കരുതലുകൾ? നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: M പ്രകാശം മാസ്റ്റർ, CPIM മുതിർന്ന നേതാവ്; OK ഫറൂഖ്, യൂത്ത് കോൺഗ്രസ് നേതാവ്; M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ; ഒപ്പം മനോരോഗ വിദഗ്ധൻ ആയ ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ ജയപ്രകാശ്. ആദ്യം യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ OK ഫറൂഖിലേക്ക്. ശ്രീ OK ഫറൂഖ്, ഇപ്പോൾ കളമശ്ശേരിയിൽ നാം കണ്ടു, പലയിടങ്ങളിലും നാം കണ്ടുവരുന്നു, ഇതിനെതിരായി വലിയ ജാഗ്രതായ പ്രവർത്തനമാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവിടെ കൈകോർക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ നമുക്ക്? ഇവിടെ ആദ്യമായി കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ആദ്യമായി കേരളത്തിൽ ഈ സാമൂഹ്യ വിപത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഒരു പാനിക് സിറ്റുവേഷനാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായി നമുക്ക് ക്യാമ്പയിനുകൾ നടത്തേണ്ടി വരും. നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഒന്നും കൂടി സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ആവശ്യപ്പെട്ടതുമെല്ലാം നിങ്ങൾക്കറിയാം. 2022 ബഹുമാനനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് UDF സഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റിനോട് പറഞ്ഞതു, നിങ്ങൾക്ക് കലവറയില്ലാത്ത മുഴുവൻ പിന്തുണയും ഈ വിഷയത്തിൽ ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലക്ക് മറ്റു രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ ഈ വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായും അതിന് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത് UDF ആണ്, ബഹുമാനായ ശ്രീ VD സതീശനാണ്. പിന്നീട് പക്ഷേ 2-3 വർഷമായി വേണ്ട രീതിയിലുള്ള അതിൻ്റെ ഇത്തരം ഈ വ്യാപനം തടയുന്നതിനും ഇതിൽ പെട്ടിരിക്കുന്ന ഈ മാഫിയകളെ പിടികൂടുന്നതിനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അത് വളരെ മെല്ലെപ്പോക്ക ഉണ്ടായത്. വീണ്ടും കേരളത്തിന്റെ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നു. കേരളത്തിന്റെ പൊതുസമൂഹം മൊത്തത്തിൽ, പ്രത്യേകിച്ച് മാധ്യമങ്ങളെല്ലാം വളരെ ഗൗരവത്തോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ ലഹരി വ്യാപനം എങ്ങനെ തടയാം അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച പൊതുവെ വന്നപ്പോഴാണ്, ഇപ്പോൾ നമ്മുടെ കുറച്ച് പോലീസും സിസ്റ്റവും ഒക്കെ ഇറങ്ങി നോക്കുമ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഓരോ കഥകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ഞങ്ങള് UDF ഇക്കാര്യത്തിനകത്ത് രാഷ്ട്രീയം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകണം.
ആരും ആയിക്കോട്ടെ, ആരെ പിടിച്ചാൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആരും വരാം, ആരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് നിയമ സംരക്ഷണം കൊടുക്കാതിരിക്കുക, അവർക്ക് ഒരു തരത്തിലും വക്കാലത്ത് പറയാതെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പൊതു താല്പര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ കളമശ്ശേരി പോളിടെക്നിക്കിൽ, ആ പോളിടെക്നിക്കിലെ ഒരു വിദ്യാർത്ഥിയെ പിടിച്ചപ്പോൾ ആ വിദ്യാർത്ഥി 2 കിലോ കഞ്ചാവുമായി പോലീസ്, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പുള്ള പോലീസ് തന്നെ, അവിടുത്തെ SFIയുടെ നേതാവും അവിടുത്തെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും അതിനകത്തൊരു പ്രതിയായി വരുമ്പോൾ പെട്ടെന്ന് ഈ വ്യക്തിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ, ഈ വ്യക്തിക്ക് അനുകൂലമായി പറയാൻ ഏരിയ SFIയുടെ സെക്രട്ടറി കടന്നു വരുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി നിർഭാഗ്യവശാൽ വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഇതിനകത്ത് SFI ഇല്ല, SFIക്കാരനില്ല, ഞങ്ങളെ വെറുതെ കേസിൽ കൊണ്ടുവരികയാണ്. പിന്നീട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ അഭിരാജ് എന്ന് പറയുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറിക്ക് ചെറിയൊരു ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞു. അതാണ് ഇവിടെ ഇത്രയും വിഷയങ്ങൾക്ക് സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആദ്യം തന്നെ ഇവിടെ ഈ പോലീസിന്റെ നടപടികൾ കഴിഞ്ഞ ഉടൻ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, ഇതിനകത്ത് ആരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ, അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കട്ടെ, ഞങ്ങൾ പാർട്ടിക്കാരാണെങ്കിൽ ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയം തീർന്നിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞത് ഇദ്ദേഹം SFIയുടെ നല്ലൊരു പ്രവർത്തകനാണ്, ഇദ്ദേഹം ഈ കോളേജിൽ മാതൃകാ പുരുഷോത്തമനാണ്, ഇദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്, ഇത്തരം ആളുകളെ SFI എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം ഈ ഷാലിക്കും ആഷിക്കും ആരാണ്? അതെ, ഞാൻ പറയാം. കഞ്ചാവ് അവിടേക്ക് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥി, അവിടെ 2 കിലോ കഞ്ചാവ് തൂക്കുത്രാസുമായി ഇരുന്നിരുന്ന വിദ്യാർത്ഥി, ഇവരൊക്കെ ആരാണ്? ഇവർക്കൊക്കെ KSU ബന്ധമാണല്ലോ പറയുന്നത്. അതിൻ്റെ തെളിവും കൈരളി ന്യൂസ് അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അവർ KSUവിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നതടക്കം. ഓക്കെ ഫറൂഖ്. ഫറൂഖിലേക്ക് ഞാൻ തിരിച്ചെത്താം. അവിടെ എന്തോ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ശ്രീ M പ്രകാശൻ മാസ്റ്റർ, ലഹരിക്കെതിരായ സർക്കാരിൻ്റെ ഈ പോരാട്ടത്തിന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തോടു കൂടി തുടക്കമായി എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വാദിച്ചെടുത്തത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യമായിരിക്കാം. പക്ഷേ സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തെ പ്രതിപക്ഷം അടക്കം കൈകോർക്കുന്ന രീതിയോട് CPIM-ന് യോജിപ്പുണ്ടോ? ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഇന്നും ഇന്നലെയുമല്ല. ഇടതുപക്ഷം എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ലഹരിക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളിൽ CPM-ൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് അർത്ഥശങ്കക്കടയില്ലാതെ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി VV ഗോവിന്ദ മാസ്റ്റർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും എങ്ങനെയാണോ UDF-ഉം കോൺഗ്രസും എതിർക്കുന്നത്, അതേ നിലപാട് തന്നെയാണ് ലഹരിക്കെതിരായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത നിലയിലുള്ള അതിശക്തിമത്തായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം D-HUNT എന്നുള്ള പേരിൽ, ക്ലീൻ സ്ലേറ്റ് ഓപ്പറേഷൻ, അത് ഈ കേരളത്തിലെ ഗവൺമെൻറ് ആരംഭിച്ചപ്പോൾ അവർ സ്വീകരിച്ചത്. ഇത് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചതിന് മേലെ ആരംഭിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസം 22-ന് കേരളത്തിലെ ഗവൺമെൻറ് ആരംഭിച്ച ഈ ഹണ്ടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കളമശ്ശേരിയിൽ പോളിടെക്നിക്കിൽ ഉണ്ടായിട്ടുള്ള ഈ കഞ്ചാവ് പിടുത്തം. ഇവിടെ എന്താണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഫറൂഖ് പറഞ്ഞു, അഭിരാജിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ നിരത്ത് കടന്നു വന്നത്. അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്നിരിക്കുന്ന സംഭവം 2 കിലോഗ്രാം കഞ്ചാവ്, അതുപോലെ തന്നെ അതിനെ തൂക്കിക്കൊടുക്കാനുള്ള ത്രാസ്, ഉപയോഗിക്കാനുള്ള വലിക്കാനുള്ള സാധനങ്ങൾ, തൂക്കിക്കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, കെട്ടാനുള്ള പാക്കറ്റ്, ഇവയെല്ലാം ഉൾപ്പെടുന്ന നിലക്ക് ആകാശ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അവിടെ പിടിക്കുന്നു. അത് ആ മുറി അവിടെ ഈ ആകാശ് എന്ന് പറയുന്നത് അവിടുത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച KSUവിൻ്റെ ആളാണ്. അദ്ദേഹമാണ് ഈ കളമശ്ശേരിയിൽ ഏറ്റവും ഏറെ 2 കിലോ 1.95 കിലോഗ്രാം കഞ്ചാവുമായിട്ട് പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നീട് പിടിച്ചിട്ടുള്ള, പുറത്ത് നിന്ന് പിടിച്ചിട്ടുള്ള, ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള ഷാലിക്കും അതുപോലെ തന്നെ ആഷിക്കും, യഥാർത്ഥത്തിൽ അവരാരാണ്?
അവർ നേരത്തെയുള്ള KSUവിൻ്റെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഈ ആഷിഖ് എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇതേ ആളാണ്. എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് KSUവിൻ്റെ 3 നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ടത്. അവരെ എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കാനും, ഇവിടെ ഇപ്പോൾ അഭിരാജിൻ്റെ തെറ്റിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഇവിടെ 2 കിലോ കഞ്ചാവ് ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചപ്പോൾ 9 ഗ്രാം കഞ്ചാവ് അഭിരാമിന്റെ മുറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അഭിരാമിന് അതിൽ ഉത്തരവാദിത്തമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ന്യായീകരിക്കാനല്ല SFI മുന്നോട്ടേക്ക് വന്നായിരുന്നു. ഈ 9 ഗ്രാമിൽ താഴെ പിടിച്ച മുറിയിൽ മറ്റു വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു. KSUവിന് അവരെയും വിട്ടു, അവരെയും ജാമ്യത്തിൽ വിട്ടു, അവരെല്ലാം ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? 2 കിലോഗ്രാം കഞ്ചാവ് പിടിച്ച പ്രതി അത് പ്രശ്നമല്ല, 9 ഗ്രാം കഞ്ചാവ് പിടിച്ചിരിക്കുന്ന അയാളാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ. KSUവിൻ്റെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി, അതുപോലെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആൾ, അതുപോലെ അവിടെ നേരത്തെ മത്സരിച്ചിരിക്കുന്ന യൂണിയൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിരിക്കുന്ന ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറിയായി മത്സരിച്ച ആൾ, അവരൊന്നും യാതൊരു കുറ്റവും ചെയ്യാത്ത ആൾ. പിരിച്ചുവേണ്ടതാ? പിരിച്ചുവേണ്ടത് SFI. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്ന നല്ല നീക്കങ്ങളെ ഒരു വാക്ക് കൊണ്ട് അതിനെ അഭിനന്ദിക്കാൻ കേരളത്തിലെ ഈ പറയുന്ന ആളുകൾ മുന്നോട്ടേക്ക് വന്നോ? 3 ആഴ്ച കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ 5687 അറസ്റ്റ് നടന്നിരിക്കുന്നു, 5483 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, 3.7 കിലോ MDMA-യും 307 കിലോ കഞ്ചാവും പിടിച്ചിരിക്കുന്നു. അത് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ ചരിത്രത്തിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ലഹരി വേട്ടയാണ് എന്നുള്ളത് അംഗീകരിക്കണ്ടേ? എന്നിട്ടെന്തോ തങ്ങൾ നടത്തുന്ന ഒന്നാണ് ഈ പറഞ്ഞ ലഹരിക്കെതിരായ സമരമെന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഇവിടെ എന്ത് കാര്യവും ഞങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല. നല്ല കാര്യങ്ങൾ പറ്റി പറയുമ്പോഴും അത് ഞങ്ങൾ ആരംഭിച്ചതാണ്. അതുപോലെ ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇതുവരെ 8 കൊല്ലമായി നടപ്പിലാക്കുന്ന ഒരൊറ്റ നല്ല കാര്യത്തെ, ഈ D100 മാത്രമല്ല, ഒരൊറ്റ നല്ല കാര്യത്തെ പിന്തുണക്കാൻ കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ടേക്ക് വന്നിട്ട് ഇതുവരെ ഒരു കാര്യവും പിന്തുണക്കാൻ അവരില്ല. നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ പിന്തുണക്കാൻ അവരില്ല. എങ്ങനെയും തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാര കസേര വീണ്ടെടുക്കാൻ കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങളുടെ പിൻബലത്തോടെ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-നെ ആക്രമിക്കുക, ഇതിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ KSUവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മാതൃഭൂമിക്ക് അവർ KSU ആണെന്ന് അറിയേയില്ല, മനോരമയ്ക്ക് അവർ KSU ആണെന്ന് അറിയേയില്ല, പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടെ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത 2 പേരെ കോൺഗ്രസ് യൂത്ത് KSU നേതാക്കന്മാരെ പിടിച്ചപ്പോൾ അവർക്ക് മാതൃഭൂമിയും അവർ പൂർവ്വ വിദ്യാർത്ഥിയാണ്, മനോരമയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥിയാണ്. എന്നാൽ SFI-യുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ച് പിടിച്ച് അത് തലക്കെട്ടിടക്ക് കൊടുക്കുകയില്ല അവർ. ഞങ്ങൾ പറയുന്നത് മാധ്യമധർമ്മമല്ല. ഇന്ന് കേരളത്തിൻ്റെ ആവശ്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലഹരിയുടെ വിപത്തിൽ നിന്ന് ഈ പുരോഗമന കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കഴിയണം. കേരളത്തിന് മഹത് പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയണം. നിർഭാഗ്യവശാൽ ഇവിടെ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറഞ്ഞ പോലെ ഈ വിഷയത്തെയും എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം? SFI-യെ കുറ്റപ്പെടുത്താം, CPM-നെ കുറ്റപ്പെടുത്താം, ഈ ഗവൺമെൻറ് അപകീർത്തിപ്പെടുത്താം. ഇത് ധർമ്മമല്ല, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ധർമ്മവുമല്ല. കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിൽ യുവതയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ചെയ്യേണ്ടത് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി വേട്ട കണ്ടുപിടിക്കാനും കുറ്റവാളികളെ കണ്ടെത്താനും അതിനുവേണ്ടിയുള്ള ശ്രമത്തെ എല്ലാ നിലക്കും പിന്തുണയ്ക്കാൻ. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ രൂപത്തിൽ ലഹരി വർദ്ധിച്ചു എന്നെല്ലാം നമ്മൾ പ്രചാരണം നടക്കുന്നുണ്ട്. അവർ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കണം. കഞ്ചാവ് ഉപയോഗത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്, വെറും 0.1%. ഏറ്റവും അറി നിൽക്കുന്ന സിക്കിമാണ് 7.3. മയക്കുമരുന്ന് കേസിൽ ഏറ്റവും അധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിപ്പിക്കുന്ന ഗവൺമെൻറ് ഈ കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഈ കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ പറഞ്ഞു 24,517 കേസുകൾ, അതിൽ ശിക്ഷിക്കപ്പെടുന്നത് 98%. ഇന്ത്യയിൽ എവിടെയുമില്ല. എന്നാൽ കേരളത്തോട് എന്താ കേന്ദ്രം കാണിക്കുന്ന നിലപാട്? ഇവിടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങൾക്കും മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഒരുപാട് പണം കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ പൈസ 2018 ശേഷം ഈ കേരളത്തിന് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതിനെ ഒരു വാക്കുകൊണ്ടെങ്കിലും എതിർക്കാൻ മുൻ പ്രതിപക്ഷ നേതാവോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ BJP-യോ ആരെങ്കിലും സന്നദ്ധമാകുന്നുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ മദ്യപാനമുള്ള സ്റ്റേറ്റ് കേരളമാണ്. അതും ഇല്ലാതാക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 2.5% മാത്രമേ ഈ കേരളത്തിലുള്ളൂ. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ രംഗത്തെ മികവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ രംഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നിലക്കുള്ള താല്പര്യം, അതിനെ ശ്ലാഘിക്കുന്നതിന് പകരം കുറ്റമെല്ലാം LDF-ന്റെ CPM-ന്റെ അതുപോലെ SFI-യുടെ
മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ശക്തികൾ അവർ ചെയ്യുന്നത് കേരളത്തോടുള്ള വലിയ അപരാധമാണ്. ലഹരി വിരുദ്ധ പോരാട്ടത്തെ തീർച്ചയായിട്ടും അതിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ശരി, ശ്രീ എം ജയചന്ദ്രൻ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നോക്കൂ, ഇവിടെ ഈ 3 വിദ്യാർത്ഥികൾ താമസിക്കുന്നിടത്ത് 1-2 പഫ് എടുക്കാനായി 9 ഗ്രാമിൽ താഴെ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നു. ആ 3 വിദ്യാർത്ഥികളിൽ ഒരാൾ SFIയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തകനാണ് എന്നതിൻ്റെ പേരിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി നീങ്ങുന്നു. തൊട്ടിപ്പുറത്തെ മുറിയിൽ 2 കിലോ കഞ്ചാവ് വിൽപ്പന നടത്താനായി തൂക്കിയിരുന്നവർ KSUക്കാരാണെന്നറിയുമ്പോൾ അവർക്കായി നിലപാടുകൾ മാറ്റുന്ന കാഴ്ചകൾ കാണുന്നു. ഇതാണ് പ്രകാശ് മാസ്റ്റർ ആരോപിച്ച കാര്യങ്ങളാണ്. 3, ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന സ്ഥിരം സംഘമായ ഷാലിക്കും ആഷിക്കും അടക്കമുള്ളവർ KSUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അവർ KSUവിൻ്റെ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും മാധ്യമങ്ങൾ കാണിക്കുന്ന പക്ഷപാതപരമായ നിലപാട്, ഇതൊക്കെയാണ് പ്രകാശ് മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചത്. നോക്കൂ, ഇവിടെ ഏറ്റവും കാതലായ വിഷയം എന്താണ്, ഏത് രീതിയിലാണ്? അതായത് കളമശ്ശേരിയിലെത്തിയപ്പോൾ വരുന്ന ഈ ട്വിസ്റ്റും അങ്കലാപ്പും മാത്രമാണ്. അതിനു മുമ്പും ശേഷവും വിവിധ തരങ്ങളിൽ സർക്കാർ ബോധപൂർവമായ പ്രവൃത്തിയിലൂടെ എക്സൈസും പോലീസും ഒക്കെ യോജിച്ച് മുമ്പോട്ട് പോവുകയാണ് ഈ ക്ലീൻ സ്ലേറ്റ് അടക്കമുള്ള പദ്ധതികളിലൂടെ. മാത്രമല്ല 24-ന് സംയുക്ത യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. എം ജയചന്ദ്രൻ. അജിംസാദെ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ വിശദമായ കണക്കുകളും കാര്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയ ബന്ധവും അടക്കമുള്ള വിവരങ്ങൾ പ്രകാശ് മാസ്റ്റർ ഇവിടെ ഇപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളാണ് കേരളീയ പ്രേക്ഷകരോട് അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കേരളത്തിൽ ഈ ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 22-ാം തീയതി ആരംഭിച്ച ഡ്രഗ് ഹണ്ട്, ഡി ഹണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, നടത്തിയല്ലോ, ഇപ്പോഴും അത് തുടരുകയുമാണ്. പക്ഷെ അതിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത വിധമുള്ള, അതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് പുതിയ കഥകൾ മെനയുന്ന, വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന മാധ്യമ ഭീകരത, ആ പദം ഞാൻ ആവർത്തിച്ച് പ്രയോഗിക്കുന്നു, മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ ആ മാധ്യമ ഭീകരത കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതാണ് ഇവിടെ കാണുന്നത് അജിംഷാദെ. ഇത് പിന്നെ 1-2 ചാനലുകൾ ഒന്നിലധികം ദിവസം, ഞാൻ പേര് പറയാത്തത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്, ഒന്നിലധികം ദിവസം ഇപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തിയതിന്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകൾ 1-ാം സ്ഥാനത്തെത്തി പിന്നെ കേരളത്തിലെ കലാലയങ്ങളിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു. കച്ചവടം ഇതാണ്, കഞ്ചാവും രാസലഹരിയും എന്ന രൂപത്തിൽ ആൾക്കാര് ചാനൽ ചർച്ചകൾ വന്നിരുന്ന് വിമർശിച്ചാൽ ഒരു പരിധിവരെ നമ്മളത് ഉൾക്കൊള്ളും. പക്ഷേ മീഡിയ ഹൗസുകൾ, ആ റെപ്യൂട്ടഡ് മീഡിയ ഹൗസുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊരു കാർഡാക്കി തന്നെ വെച്ചുകൊണ്ട് ചാനൽ ചർച്ചകൾ നടത്തുന്ന നിലയിലേക്ക് അധപ്പതിച്ച ഒരു നിലവാരം കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ചെയ്ത തെറ്റാണ് ചെയ്തത് എന്ന് അവർക്ക് ലെവലേശം ഒരു കുറ്റബോധമില്ല, അതുകൊണ്ട് തന്നെ പശ്ചാത്താപവുമില്ല, അവരത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ അങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുകൂടെ പറയാം. ഈ 25,000 കോടി രൂപയുടെ രാസലഹരിയാണ് കേരളത്തിൽ വന്ന് വിറ്റുപോകുന്നതെന്നാണ് ഒരു നേതാവ്, ഒരു കോൺഗ്രസ് നേതാവ്, മുൻ MLA, ഒരു ഹരിത MLA-നൊക്കെ അവകാശപ്പെട്ട് കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്ന നേതാവ് അവകാശപ്പെട്ടത്. ഇവിടുത്തെ കണക്കെന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തോട് ആരും ചോദിക്കാനില്ലല്ലോ, അത് നിൽക്കട്ടെ. പിന്നെ കഞ്ചാവിന്റെ പ്രശ്നം, കളമശ്ശേരി ഇപ്പൊ പിടിച്ചടക്കമുള്ള കഞ്ചാവിന്റെ പ്രശ്നം, എനിക്ക് വിമർശകരോട്, പ്രത്യേകിച്ചും UDF BJP പക്ഷപാതിത്വമുള്ള വിമർശകരോട് ചോദിക്കാനുള്ളത്, മാധ്യമങ്ങളോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉത്തരവാദിത്തോടെ ചോദിക്കട്ടെ. ഒരു പൗരൻ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ, മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളെന്നുള്ള ഉത്തരവാദിത്വത്തിൽ, ഏറ്റവും കൂടുതൽ രാസലഹരി വരുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ബാംഗ്ലൂരിൽ നിന്നാണല്ലോ. സംസ്ഥാനം കർണാടകമാണല്ലോ, ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ.
ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്തേ അവിടുത്തെ സർക്കാരിനോട് പറഞ്ഞ് ഇതൊന്ന് നിയന്ത്രിക്കാനുള്ള വല്ല മാർഗവും ആവിഷ്കരിക്കണം എന്ന് തോന്നാത്തത്? എന്തേ പിന്നെ വലിയ മീഡിയ ഹൗസുകൾക്ക് ഇതിൽ കർണാടകത്തിലെ ഗവൺമെന്റ് ഇടപെട്ട് ഒരു പരിഹാരം അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരണം എന്ന് പറയാൻ കഴിയാത്തതിന്റെ? അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നും അല്ലല്ലോ ഇത് വരുന്നത്. കാരണം പിന്നെ ദൗർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷം ഭരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഈ രാസലഹരിയും കഞ്ചാവും അടക്കമുള്ള മയക്കുമരുന്നുകൾ കയറി വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും അവിടങ്ങളിലൊക്കെ മറ്റ് രാഷ്ട്രീയ കക്ഷികളാണ് ഭരിക്കുന്നതെന്നും അവരെയൊക്കെ പിന്നെ ഒന്ന് ബോധവൽക്കരിക്കാനോ അത്യാവശ്യം നിയന്ത്രണങ്ങൾ ഇത് കേരളത്തിലേക്ക് ഒഴുക്കുന്നതിൽ വേണം എന്ന് ആവശ്യപ്പെടാനോ ഈ മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ നേതാക്കളോ തയ്യാറാവാതെ ഇവിടെ ഇങ്ങനെ ഗീർവാണം പോച്ചു വിടുന്നത് എന്തിനാണ്? അപ്പൊ തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും നിരന്തരം നുണകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആ നുണകൾക്ക് നൈരന്തര്യം വരുത്തിക്കൊണ്ടേയിരിക്കുക, ഇതാണല്ലോ ചെയ്യുന്നത് ഒരു ഭാഗത്ത്. മറ്റൊരു കാര്യം പറയാം. നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ PRDയുടെ കീഴിൽ കോട്ടയം ജില്ലയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന അരുൺകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇനിയും ആർക്കും നോക്കാവുന്നതാണ്. അരുൺ വളരെ ഭംഗിയായി തന്റെ ബാല്യം മുതൽ യൗവനാരംഭം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ, പിന്നെ യുവജന പ്രസ്ഥാനങ്ങളിൽ, പിന്നെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിച്ച ആ കാലം, അതിനുശേഷം സർക്കാർ ജോലി കിട്ടി PRDയിൽ വന്ന് ആ ജോലി ചെയ്യുന്ന കാലം, ഇപ്പോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി കോട്ടയത്ത് ജോലി ചെയ്യുന്ന അവസരം, ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നത്, ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ അത്രയും വിശദമായിട്ടില്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. അതിൽ നമുക്ക് അടിവരയിട്ട് ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യം, കേരളത്തിലെ ക്യാമ്പസുകളിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ അതിക്രമങ്ങൾ അല്ലെങ്കിൽ കുറ്റവാസനകൾക്ക് വഴിവെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ലഹരി പിന്നെ വ്യാപിക്കാതിരുന്നത് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ട് ഈ PRDയുടെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അരുൺകുമാർ കാണുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ്. അത് പിന്നെ വളരെ പ്രസക്തമാണ് എന്ന് എനിക്കും ഞാൻ അഭിപ്രായമുള്ളതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് SFIയെ നിരോധിക്കണം? ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആദ്യമാണ് ഈ KSUവിന്റെ റോള് എത്തുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം അതെ അല്ല അത് ഇതൊക്കെ അവരുടെ വായിൽ വരികയാണല്ലോ അജിംഷാദെ. ഞാൻ പറയട്ടെ, കേരളം ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണി LDF ആണല്ലോ. ആ LDFനെ നയിക്കുന്ന പാർട്ടി CPIM ആണല്ലോ. ആ CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. അതിന്റെ തലപ്പത്ത് പിന്നെ അതിന് രൂപീകരണത്തിന്റെ തലപ്പത്തേക്ക് വന്നിട്ടാണ് അദ്ദേഹം പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന രാഷ്ട്രീയത്തിലേക്കും തുടർന്ന് പിന്നെ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും വരുന്നത്. സതീശൻ ഒഴികെ എല്ലാവരും, രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, എന്തിന് വിമോചന സമരം അടക്കമിലൂടെ വളർന്നു വന്ന AK ആന്റണി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും KSU അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് വന്നത്. VD സതീശന് മാത്രം എനിക്കറിയില്ല. അല്ല അത് മാത്രം പറഞ്ഞാൽ പോരാ അജിംഷാദ്. എന്നെ സംബന്ധിച്ച് പിണറായി മന്ത്രിസഭയിൽ പിണറായി ഉൾപ്പെടെ CPIMന്റെ മുഴുവൻ മന്ത്രിമാരും വിദ്യാർത്ഥി യുവജന പൊതുവിപ്ലവ പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന നേതാക്കൾ തന്നെയാണ്. അത് തന്നെയാണ് CPIയുടെ നേതാക്കളുടെ അവസ്ഥ. ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ ജയപ്രകാശ്, ഇതിലൊരു രാഷ്ട്രീയ വിഷയമുള്ളത് കൊണ്ടാണ് അതിൽ രാഷ്ട്രീയമായി കൂടുതലായി പോയത്. താങ്കൾ ക്ഷമിക്കുക. താങ്കളോട് ഞാൻ രാഷ്ട്രീയമായ കക്ഷി രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായ ചോദ്യങ്ങളല്ല താങ്കളിലേക്ക് വരുന്നത്. നോക്കൂ, ഇവിടെ ഡോക്ടർ അടക്കമുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി മേഖലകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംയോജനമാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്ന് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞും കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും ആരോഗ്യവകുപ്പും ഒക്കെ ചേർന്ന് സമഗ്രമായൊരു നീക്കമാണ് നടത്തുന്നത്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തന്നെ ഉള്ളതാണ്. അത് കൂടുതൽ സജീവമായി എന്നേ ഉള്ളൂ. ഇപ്പോൾ 24 സംയുക്ത യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുമുണ്ട്. നോക്കൂ, ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ മാത്രം ഒരു കണക്ക് ഓടിച്ചൊന്നെടുത്താൽ
65ഓളം കൊലപാതകങ്ങളും മറ്റ് ക്രൈം പ്രവൃത്തികളിലും 35 എണ്ണത്തിൽ ലഹരി സാന്നിധ്യമാണ് കാണുന്നത്. 50ഓളം ആ കേസുകളിൽ, ഈ 65-ൽ 50ഓളം കേസുകൾ കുടുംബം, സുഹൃത്ത്, പരിചയമുള്ളവരൊക്കെ തമ്മിലാണ്. അപരിചിതരായ ഏതെങ്കിലും രീതിയിലൊരു ക്രൈം ചെയ്യാൻ വേണ്ടി എത്തിയവരോ അങ്ങനെ പെട്ടതോ അല്ല. കുടുംബങ്ങൾ, ബന്ധങ്ങൾ, സുഹൃത്തുക്കളൊക്കെയാണ്. അതിൽ 35-ലധികം ലഹരി സാന്നിധ്യമാണ് ഇത്തരം ക്രൈമുകളിൽ നാം കാണുന്നത്. ഇത് ജനുവരി ഫെബ്രുവരി മാസത്തിലെ മാത്രമാണ്. നാം ഇപ്പോൾ കണ്ട നിരവധി കൊലപാതകങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിരോധിത ലഹരിയുടെ സാന്നിധ്യം പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സങ്കുചിതമായ മനോഭാവത്തോടെ നീങ്ങാനാകില്ല. ഇവിടെ നമ്മൾ വിശാലമായി കൈകോർക്കേണ്ടതുണ്ട്. നമ്മൾ ചില പ്രതിസന്ധികൾ നമ്മളൊക്കെ ഒരുമിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം ചർച്ച ചെയ്തതാണ് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അവിടെ നാം ഒന്നിച്ച് കൈകോർത്തു. ഇവിടെയും അത്തരത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ഈ മഹാമാരി അല്ലെങ്കിൽ ഈ മഹാലഹരി വിപത്തിനെ എതിർക്കാനായി നമുക്ക് ഒന്നിക്കേണ്ടതില്ലേ? എന്തൊക്കെയാണ് ഡോക്ടറുടെ മനസ്സിലുള്ള നിർദ്ദേശങ്ങൾ? ഇവിടെ നമുക്ക് കാണേണ്ടുന്നത് ഇപ്പം മദ്യം, മയക്കുമരുന്ന്, ലഹരി മരുന്നുകളെ സംബന്ധിച്ച് ഉപയോഗം, അതിനെ സംബന്ധിച്ചുള്ള ലഹരി ഒരു വിഷയം. അതേസമയത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്നത്, നമ്മൾ കുറ്റവാസന കുട്ടികളിലും കൗമാരക്കാരിലും യുവാക്കളിലും കുറ്റവാസന വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ വിഷയത്തിൻ്റെ രണ്ട് പ്രകടന രീതികളാണ്. ഈ മദ്യം, മയക്കുമരുന്ന്, ലഹരിയിൽ അടിമകളായി മാറുന്ന അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്ന വ്യക്തികളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ ഇതുപോലെ തന്നെ മറ്റിതര കുറ്റവാസന അക്രമ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരേ കുട്ടി ഒരേ തരത്തിലുള്ള സ്വഭാവ വൈകൃതത്തിൻ്റെയോ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയോ പല രീതിയിലുള്ള പ്രകടനപരതകളാണ് കുറ്റവാസന, അക്രമം, അത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് ട്രാൻസാക്ഷനും അത് ഉപയോഗത്തിൻ്റെയും അതിൻ്റെ പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ച്, ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു മിഷൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഴ്സ് റിഡക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. ഇപ്പം മദ്യം, മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ, അതുപോലെ അതിൻ്റെ ഉപയോഗത്തെ, ലഹരിക്ക് അടിമപ്പെടുന്ന പ്രവർത്തനങ്ങളെയൊക്കെ തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം സോഴ്സ് റിഡക്ഷനാണ്. അപ്പോൾ ആ വ്യാപനത്തെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൻ്റെ മറുവശത്ത് തന്നെ കുട്ടികളിലും കൗമാരക്കാരിലും വ്യക്തികളിലും അത് ലഹരിക്ക് അടിമപ്പെടുന്നവരെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ, അതിന് ഇടപെടുന്നതിനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ബഹുമുഖമായിട്ടുള്ള ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു വലിയൊരു ബൃഹത്തായ ഒരു പദ്ധതി, ശരിക്കും പറഞ്ഞ ഒരു മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചുള്ള ഒരു ബൃഹത്തായ പദ്ധതി തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരിയാണെന്നെങ്കിലും കുറ്റവാസനയാണെന്നുണ്ടെങ്കിലും ക്രിമിനൽ സ്വഭാവ രീതികളാണെന്നുണ്ടെങ്കിലും അക്രമമാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് ശരിയായ തരത്തിൽ തടയുന്നതിനും കുറച്ച് കൊണ്ടുവരുന്നതിനുമുള്ള ഇടപെടലുകൾ ബഹുമുഖമായ തരത്തിൽ, അപ്പോൾ കുടുംബങ്ങളിൽ നടക്കേണ്ടതുണ്ട്, പിന്നെ സ്കൂളുകളിൽ നടക്കേണ്ടതുണ്ട്, സമൂഹത്തിൽ മൊത്തത്തിൽ നടക്കേണ്ടതുണ്ട്, ക്യാമ്പസുകൾ, കോളേജ്, സ്കൂൾ ക്യാമ്പസുകളിൽ നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം പദ്ധതികൾ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ടതുണ്ട്, ലോങ് ടൈം ആയിട്ടുള്ള ഇടപെടൽ വേണ്ടതുണ്ട്. അങ്ങനെ ഒരു വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിയത്തില്ല, ഇന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനോടൊപ്പം അത് മാത്രമല്ല, ഡോക്ടർ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ കൂടിയാണ്. മാത്രമല്ല സർക്കാർ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ കൂടി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും കുട്ടികളെയും കൗമാരക്കാരെയും ഒക്കെയാണ് നോക്കുന്നത്. പലരും ഈ മനോരോഗ അല്ലെങ്കിൽ മനോവൈകല്യം അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും ഒക്കെയായി കൗൺസിലിംഗ് അടക്കമുള്ളവയിൽ മരുന്നുകൾക്കും വേണ്ടി അടക്കം വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗങ്ങളുണ്ട്. ഈ ലഹരിയുടെ സാന്നിധ്യം അവരുടെ ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് കേവലം ഒരു ചികിത്സ നൽകി അവരെ രക്ഷിക്കുക എന്നതിനാണ് ഒരുപക്ഷെ ഡോക്ടർ അടക്കമുള്ളവർ പ്രാമുഖ്യം നൽകുക. പക്ഷേ അതാണോ വേണ്ടത്? എങ്ങനെയാണ് അവനിലേക്ക് ആ ലഹരി എത്തിയത്, അല്ലെങ്കിൽ ആ ലഹരി എത്താൻ ഉള്ള ഉറവിടം എന്താണ്? അതിലേക്ക് വീട്ടുകാരെയും മറ്റ് നിയമ സംവിധാനങ്ങളെയും ജാഗ്രതാക്കുന്ന ഒരു രീതിയിലേക്ക് ഡോക്ടർമാർ, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഡോക്ടർ ജയപ്രകാശ്? അങ്ങനെയുള്ള പ്രവർത്തനം, അത് ആശുപത്രിയിൽ വരുന്ന കുട്ടികളെ ചികിത്സിക്കുന്നു അല്ലെങ്കിൽ വ്യക്തികളെ ചികിത്സിക്കുന്നു എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് അതാ പറഞ്ഞത്. അങ്ങനെ വ്യക്തിപരമായി മാത്രം ചുരുങ്ങാതെ അതിൻ്റെ ഒരു വിശാല പരിപ്രേക്ഷ്യത്തിൽ കണ്ടുകൂടെ ഈ ലഹരി വിഷയത്തിൽ?
അതിൽ വിശാലമായ, അതായത് വ്യക്തിതലത്തിൽ ഇടപെടുന്നതിനോടൊപ്പം തന്നെ സാമൂഹിക തലത്തിലും കുടുംബ തലത്തിലും അതുപോലെ തന്നെ ക്യാമ്പസ് കേന്ദ്രീകരിച്ചുള്ള തലത്തിലുമുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബഹുമുഖമായിട്ടുള്ള ഒരു അപ്രോച്ച്, മൾട്ടി ഡയമെൻഷനായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കിതിന് വേണ്ടതുണ്ട്. അതിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ളവരെല്ലാവരും ഡോക്ടർമാരും പ്രത്യേകിച്ച് മാനസികാരോഗ്യ വിദഗ്ധർ വലിയ തോതിൽ ഇതിൻ്റെ കൂടെ ഇത്തരം പ്രവർത്തനങ്ങളോട് ആശുപത്രിയിലുള്ള ചികിത്സയ്ക്കൊപ്പം തന്നെ വലിയ രീതിയിൽ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഇടപെടൽ രീതികൾക്കും ആസൂത്രണം ചെയ്യുന്നതിന് അതിൻ്റെ ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ടെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല രീതിയിലുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു ഇടപെടൽ മാർഗമാണ് ആസൂത്രണം ചെയ്ത് നമ്മൾ നടപ്പിലാക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവിടെ നമുക്ക് കുടുംബങ്ങളിൽ ഇടപെടേണ്ടി വരും. അതുപോലെ കുടുംബങ്ങളിലെ തന്നെ ശിശുപരിപാലന രീതിയിൽ ഇടപെടേണ്ടി വരും. അതുപോലെ കുറ്റവാസന, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരും. മാധ്യമങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ച്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരുന്നതിന് വേണ്ടി, കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടി വരും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഒരു ബഹുമുഖമായ ഒരു ഇടപെടൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യം. അതിലെല്ലാവരും ഒരുപോലെ സഹകരിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ OK ഫറൂഖ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവിടെ മുഖ്യമന്ത്രി, നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾപ്പിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനെ ഒരു ശത്രുതാ മനോഭാവത്തിലല്ല ഈ പ്രശ്നങ്ങളെ, അതായത് വളരെ സാമൂഹിക പ്രതിബദ്ധത സംബന്ധിയായി തന്നെ ഈ വിഷയത്തെ ശാസ്ത്രീയമായി സമീപിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി. കാരണം ഈ കുറ്റവാളികളോട് കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ഉപയോഗിക്കുന്നവരും ഒരുപക്ഷെ ഇതിന് ക്യാരിയർ ആവുന്നവരുമൊക്കെ, ഇപ്പോൾ ഷാലിക്കായാലും അടക്കമുള്ളവർ ഇതിൻ്റെ ഇരകളാണ്. യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഇരകളാണ്. അവരുടെ ഇരകളാകുന്നതിലേക്ക് അവരെത്തപ്പെട്ടു എന്നുള്ളതാണ്. അവർക്ക് നിയമപരമായ ശിക്ഷ അനുവദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നൽകുമ്പോൾ തന്നെ, അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾ ആരോ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി പറയുകയാണ്, ആരോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു അംഗമായിക്കോട്ടെ, ആ കുടുംബം, ആ സമൂഹം ഒക്കെ അതുകൊണ്ട് പ്രശ്നം അനുഭവിക്കുകയാണ്. അപ്പോൾ അവരെ ആ കരുതലോടും സ്നേഹത്തോടും അവരെ അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ട പ്രവൃത്തികളിലേക്ക് നീങ്ങണം. നമുക്ക് ഏറ്റവും പ്രധാനം അതാണ്. ശ്രീ OK, അതിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. ഞങ്ങൾ ബഹുമാന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDF വ്യക്തമായിട്ട് പറഞ്ഞത്, ഈ ലഹരി ഇതുവരെ കാണാത്ത രീതിയിൽ, ഇപ്പൊ നേരത്തെ ഇവിടെ താരതമ്യപ്പെടുത്തി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കേരളമൊക്കെ ഇതിലൊക്കെ കുറവാണ്. നിങ്ങൾ അതിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ടൊക്കെ പറയാം. പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്നത് വളരെ ഭയത്തോടും ഭീതിയോടും കൂടി കാണുന്ന ഒരു സമൂഹം. അല്ല, ഇതിനേക്കാൾ ഭീതിയാണ് മറ്റ് സംസ്ഥാനങ്ങൾ. ഹിമാചൽ പ്രദേശ്, ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നെക്കാളും കുറച്ചും കൂടിയും ഏജുള്ള ഒരു വ്യക്തി കൂടിയാണ്. കേരളത്തിൽ ഇതുപോലത്തെ അവസ്ഥ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം മകൻ മാതാവിനെ കൊല്ലുക, എന്നിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വന്നിട്ട് പുഞ്ചിരിച്ചിട്ട് പറയാം എനിക്ക് ജന്മം തന്നുകൊണ്ടാണ്, അവൻ ലഹരിയാണ്. ഇതുപോലെ 5 പേരെ കൊല്ലുക, ഇത് കേൾക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ ഒരു ദിവസം അച്ഛനും അമ്മയും എണീക്കുമ്പോ മകൻ വൈകുന്നേരം ഹാമറായിട്ട് വരുന്നുണ്ടോ, എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ കാലത്ത് ഞാൻ പറയുന്നു, പോലീസ് എൻഫോഴ്സ്മെന്റ് അതുപോലെ എക്സൈസ് ശക്തമായി മുന്നോട്ട് വരണം. ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് പറയാണ്, ഒരു കാരണവശാലും ഈ നിരോധിക്കപ്പെട്ട ഇത്തരം ഡ്രഗ്സുകൾ ഇത് ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു, അല്ലെങ്കിൽ ആരും കൈ ഉപയോഗിക്കുന്നു, ഏതെങ്കിലും പോലീസ് പിടിക്കുന്നു, എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ എക്സൈസ് പിടിക്കുന്നു, അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ, അവരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും KSU ഇല്ല. അങ്ങനത്തെ ഒരു പാർട്ടി വേണ്ട. അവരും വെച്ചിട്ട് പാർട്ടി വേണ്ടെന്ന് തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ്, അതെ, അടുത്ത അവിടേക്ക് വന്നുകൊണ്ട് വീണ്ടും പറയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പിടിക്കുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. ആ യൂണിയൻ ജനറൽ സെക്രട്ടറിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം SFI ആണ്. അപ്പൊ അതാണ് മൂന്ന് പേരടങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് 9 ഗ്രാമിൽ താഴെ കഞ്ചാവ് പിടിക്കുന്നു. അത് തെറ്റാണ്. പക്ഷേ എങ്കിലും അത് 1-2 പഫിലുള്ള കഞ്ചാവാണ്. പക്ഷെ അത് ഈ പറയുന്ന വ്യക്തിയുടെ ജാഗ്രത കുറവെന്ന് പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾക്ക് തന്നെയാണ്. അല്ല, പോലീസ് പിടിച്ചതല്ല. അല്ലല്ല, നമ്മൾ അങ്ങനെ നമ്മളൊരു ചായക്കട വർത്തമാനത്തിന്റെ സ്റ്റൈലിലല്ലോ പോകേണ്ടത്. നമുക്ക് അതിന്റെ വസ്തുത പരിശോധിക്കാം.
ഇതൊരു ഡെമോക്രാറ്റിക് ക്യാമ്പയിൻസ് അല്ലേ? നോക്കൂ ഫറൂഖ്, നോക്കൂ ഇവിടെ നോക്കൂ. അതായത് 3 പേരടങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് 9 ഗ്രാമിൽ താഴെ, അതായത് എവിടെയോ വലിക്കാനായി ഈ 2 കുട്ടികളിൽ ആരോ വാങ്ങിയതാണ്. ഇതാണ് ഈ അവിടെ പിടിക്കപ്പെട്ട SFI ബന്ധമുള്ള ആൾ പറയുന്നത്. അയാൾക്കതിൽ ബന്ധമില്ല, മറ്റു റൂംമേറ്റ്സ് ആണ്. അത് ഓക്കെ, അത് ശരിയോ തെറ്റോ അത് അവിടെ ഇരിക്കട്ടെ. ശരിയോ അല്ലല്ല, അത് ശരിയോ തെറ്റോ, പക്ഷെ അവർക്കെതിരെ SFI നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ജാഗ്രത കുറവാണെങ്കിൽ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ 2 കിലോ കഞ്ചാവ് തൂക്ക് സാധനങ്ങളുമായി ഇത് തൂക്കി വിൽക്കാൻ വേണ്ടി തൊട്ടിപ്പുറത്തെ മുറിയിൽ നിന്ന് പിടിക്കുന്നവർക്ക് KSU ബന്ധമാണുള്ളത്. അവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്ത ഷാലിക്കും ആഷിക്കും KSUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. ഷാലിക്ക് പ്രത്യേകിച്ചു. അങ്ങനെയാണെങ്കിൽ ഷാലിക്കിനെതിരെ നടപടി KSU എടുത്തിട്ടുണ്ടോ ഇതുവരെ? യൂത്ത് കോൺഗ്രസ് അത് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അവിടേക്ക് വരുന്നു. ഞാൻ പറയാം. അഭിരാജിനെ പിടിച്ചപ്പോൾ SFIയുടെ ലോക്കൽ സെക്രട്ടറി വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ അഭിരാജ് നല്ല കുഞ്ഞാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ഇവൻ ഇതിനകത്തില്ല എന്ന് പറഞ്ഞതാണ് ഈ പ്രശ്നം. നിങ്ങൾ അവിടെ അതല്ല പറഞ്ഞത്. കേൾക്കൂ, ഞാൻ അവിടേക്ക് വരികയാണ്, കേൾക്കൂ. അത് കഴിഞ്ഞു KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യറോട് ഈ ലഹരി, ഇപ്പോൾ ഈ കളമശ്ശേരിയിലെ ലഹരിപ്പിടുത്തവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് രാഷ്ട്രീയമായി ആരുണ്ടെങ്കിൽ KSUക്കാരനുണ്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനുണ്ടോ അവർക്ക് വേണ്ടി സംരക്ഷണത്തിന്റെ കവചം ഒരുക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല, അവർ ഈ പാർട്ടിക്കകത്തില്ല എന്ന് അതിശക്തമായി പറഞ്ഞവരാണ് ഞങ്ങൾ. ഇവർ അങ്ങനെ പറയണ്ടേ? അങ്ങനെയല്ലേ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടിയിരുന്നത്? കുറവുണ്ടായി, കിലോ കണക്കിന് കഞ്ചാവുമായി പിടിക്കുമ്പോൾ അതിൽ ഇല്ലാത്ത SFIക്കാരെ ചേർക്കാനും KSUക്കാരുടെ റോൾ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാധ്യമ വാർത്തകൾ വളച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയക്കെതിരെയാണ് അവർ രംഗത്ത് വന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് സമരം നടത്താൻ പറയും, ഇല്ലാത്ത ആളെ പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ. പ്രതിയാക്കിയതിനല്ലോ, പ്രതിയാക്കിയതിനൊന്നുമല്ല. 9 ഗ്രാമിൽ താഴെ കഞ്ചാവ് 3 കുട്ടികളുള്ള ഒരു മുറിയിൽ പിടിക്കുന്നു. അതിൽ ഒരാൾ SFIയുമായി ബന്ധമുള്ള ആളാണ്. പക്ഷെ അയാൾക്ക് ഈ 9 ഗ്രാമും കഞ്ചാവുമായി ബന്ധമുണ്ടോ എന്ന് ഉറപ്പില്ല. പക്ഷേ അവിടെ ജാഗ്രത കുറവുണ്ടായി. എന്നിട്ട് പോലും അവർ നടപടിയെടുക്കുന്നു. പക്ഷെ തൊട്ടിപ്പുറത്തെ മുറിയിലും കിലോ കണക്കിന് കഞ്ചാവുമായി എത്തിയ ഷാലിക്കടക്കമുള്ള KSUക്കാരെ സംബന്ധിച്ച് ഇപ്പോഴും ഓക്കെ മിണ്ടുന്നില്ല. OK ഫറൂഖ് ഇപ്പോഴും മിണ്ടുന്നില്ല. അവരെ പുറത്താക്കിയോ? ഞാൻ ചോദിക്കട്ടെ, പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ കോളേജിനകത്ത് വർക്ക് ചെയ്യുന്ന KSUക്കാരനാണോ? ആണോ? വെരി ഗുഡ്. ഇതുവരെ വളരെ സ്വതന്ത്രമായി, ഇവിടെ വളരെ സ്വതന്ത്രമായി വിശാലമായ അർത്ഥത്തിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ OK പോലും ഞാൻ പറഞ്ഞു, ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് പറയൂ, അവരിയ്ക്കുന്ന സ്ഥാനം. മറിച്ച് ആദിരാജിന് പറയാമായിരുന്നു, അദ്ദേഹം നിങ്ങളുടെ പാനലിൽ മത്സരിച്ച യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് CPMന്റെ. ഇനി ഈ ഷാരിക്കിരിക്കുന്ന സ്ഥാനം പറയൂ, അദ്ദേഹത്തിന്റെ പാർട്ടി ഭാരവാഹിത്വം പറയൂ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു നിമിഷം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നല്ലോ, ഇപ്പോഴും KSUവിന്റെ സജീവ പ്രവർത്തകൻ തന്നെയല്ലേ? KSUവിന്റെ പ്രവർത്തകൻ തന്നെയല്ലേ? അല്ലെങ്കിൽ ശരി, KSUമായോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുമായോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായും KSUവിന്റെ ഇത്ര പ്രധാനപ്പെട്ട ഒരാൾ വരുമല്ലോ. അയാളെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്താക്കുന്നു, KSUവിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് എന്തുകൊണ്ടത് ചെയ്തില്ല? ഞാൻ ചോദിക്കട്ടെ, KSUവിന്റെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അദ്ദേഹം ഇല്ല? ഇനി ഉണ്ടെങ്കിൽ മുൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നോ? KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നോ? ആയിരുന്നു. ഞാൻ പറയുന്നു, അങ്ങനെ ആർഷ കൊണ്ടുവന്നൊരു ഫോട്ടോ വെച്ചിട്ട് ഒരു മാധ്യമങ്ങളും ഇതിന്റെ സത്യസന്ധത അറിയില്ല. ഞാൻ പറയുന്നു, ഇനി വ്യക്തതയോട് പറയാം, ഇവരൊന്നും സംരക്ഷിക്കാൻ ഞങ്ങളില്ല. പാർട്ടിയിൽ ഇവർ വേണ്ട. ഇതൊക്കെ സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള ഏത് ലഹരിയും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിപണനം നടത്തുന്ന ഒരുത്തരം ഞങ്ങൾക്ക് ഈ പാർട്ടിയിൽ വേണ്ട. അത് VD സതീശനും പറഞ്ഞിരിക്കുന്നു, രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നു. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. VD സതീശൻ പറഞ്ഞത് കൈരളിക്കാർ വാർത്ത കൊടുത്താൽ KSUക്കാർ പെടുമോ എന്നൊക്കെയാണ് തട്ടിക്കേറുകയാണ് ചെയ്തത്. ഒരിക്കലല്ല, അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം ആദ്യം എടുത്തിട്ട് പറഞ്ഞത് അദ്ദേഹമല്ലേ?
നിങ്ങൾ നമ്മളിതിൽ ഒരുമിച്ച് മുന്നോട്ട് അത് പക്ഷേ പോരാടുന്ന കേസിന്റെ റോൾ അന്ന് പുറത്ത് വന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്ക്. ഓക്കെ നിങ്ങൾ ഞാൻ ഓക്കെ പറയുന്നത് ഫറൂഖ്, ഇപ്പോഴും അന്ന് പറയുന്നു കേസിന്റെ റോൾ പുറത്ത് വന്നിരുന്നില്ല. SFI യുടെ അത് സംസ്ഥാന പറഞ്ഞതിന് ശേഷം സെക്രട്ടറി യൂട്ടേൺ അടിച്ചു. ഇപ്പോ എന്തിനാണ് ഓക്കെ ചെറുതായിട്ട് യൂട്ടേൺ അടിച്ചതുപോലെ. ഒരിക്കൽ യൂട്ടേൺ അടിച്ചത് സംരക്ഷണ കവചം എന്തിനാണ് ഈ ഒരുക്കി കൊടുക്കുന്നത്? അത് SFI ആദ്യം ചെയ്തത്, ഒരിക്കൽ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ശരി, പൂർവ്വ ശ്രീ ചരിത്രം എന്താ? പ്രകാശം മാസ്റ്റർ, ഒന്നും ഞങ്ങൾ ഇല്ലാന്ന് ശ്രീ പറയും. പ്രകാശം സിദ്ധാർത്ഥനെ മാസ്റ്റർ, കൊന്നവരാരാ? പ്രകാശം മാസ്റ്റർ, അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടാൽ അവരെ പുറത്താക്കി മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് SFIക്ക് എന്ന് SFIയുടെ നേതാക്കന്മാർ തന്നെ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ അവർ പ്രതിരോധിച്ചത് എന്താണ്? ഇല്ലാത്ത SFIയുടെ പേര് ചേർക്കുകയും ഉള്ള KSUവിൻ്റെ പേര് മുക്കി വെക്കാൻ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവർ വിമർശിച്ചത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിച്ച് മുഴുവൻ പേരെയും ഇത് ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിതമാകുന്ന മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ളൊരു സന്ദേശത്തിൻ്റെ സ്വഭാവത്തിലല്ലേ നമ്മൾ നീങ്ങേണ്ടത്? അതല്ലേ പ്രധാനം. കോവിഡിന് അങ്ങനെയല്ലായിരുന്നു നമ്മൾ. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതല്ല. തെളിവുകളും കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ അടിസ്ഥാനത്തിൽ എന്താണ് കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് MPക്കും അടക്കം പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ല എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാം. വേണമെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണെന്ന് പറയാം. പക്ഷേ അങ്ങനെയാണോ ലഹരി വിഷയത്തിൽ നാം കാണേണ്ടത്? ലഹരി വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കൈയായി നമ്മൾ കോർക്കേണ്ടേ? അതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സന്ദേശം? പ്രകാശം മാസ്റ്റർ. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തെ യഥാർത്ഥത്തിൽ പിന്നിൽ നിന്ന് കുത്തുകയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും KSUവും എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഫറൂഖ് പറഞ്ഞു ഞങ്ങൾ ഈ കുറ്റവാളികളെ ന്യായീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ആദ്യം പിടിച്ചിരിക്കുന്നത് ആകാശിനെയാണല്ലോ. ആകാശിനെ 2 കിലോ കഞ്ചാവുമായിട്ടാണ് പിടിക്കുന്നത്. ഇവിടെ ഫറൂഖ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നടത്തിയിരിക്കുന്ന പോലീസിൻ്റെ റെയ്ഡിൽ മഹസസാക്ഷി ആരാ? പോലീസുകാരെല്ലാം പിടിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷി നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റുമാണ്. യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് അൻസിനും പ്രസിഡന്റ് അൻവരും. ഈ 2 പേരാണ് പോലീസ് ഈ പറയുന്ന കഞ്ചാവ് പിടിച്ചതിൻ്റെ മഹസർ സാക്ഷി. പക്ഷേ എന്താ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് SFI പിരിച്ചുവിടുന്നതാണ്. ഇവിടെ പറഞ്ഞു നേതാവല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ വളരെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന, ഇപ്പോഴും അവിടെ പ്രധാന നേതാവായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആകാശിനെ സംബന്ധിച്ച് ഒരു വാക്ക് ഇന്ന് വരെ എതിരായിട്ട് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ പറഞ്ഞോ? അതിനുശേഷം അപ്പോൾ ഈ പുറത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞല്ലോ, അവരാണല്ലോ KSUവിൻ്റെ മെമ്പർഷിപ്പ് ഇത്തവണ ഉദ്ഘാടനം ചെയ്തത്. പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയുമോ? ഈ 2 പേരാണ് അവിടെ KSU പ്രവർത്തനത്തെ എല്ലാ നിലക്കും നയിക്കുന്നത്. അല്ല, മുൻ യൂണിറ്റ് സെക്രട്ടറിയും ഇത്തവണത്തെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്ത ആളും അപ്പോൾ അവിടെ വന്നിരിക്കുന്നു. അവിടെ ഈ പറയുന്ന 3 പേര് പ്രധാന, മറ്റവരിപ്പോൾ ചിലപ്പോൾ അഭിരാജ് അതിൻ്റെ കൂടെയുള്ള 2 ആളുകൾ, അതിലാരോ ഒരാൾ ഇത് വലിക്കാൻ വാങ്ങിച്ചോ, ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ആരാണ് വാങ്ങിച്ചതെന്ന്. പക്ഷേ ഇത് വിൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് പൊതിയാനുള്ള പ്രത്യേക മെഷീൻ, ഇത് വലിക്കാനുള്ള പ്രത്യേക മെഷീൻ, അതുപോലെ തന്നെ കെട്ടുകണക്കിന് കഞ്ചാവ്, ഇവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആകാശിൻ്റെ KSU മെച്ചപ്പെട്ടത്. അതുപോലെ തന്നെ അവിടേക്ക് സ്ഥിരമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ യൂണിറ്റ് സെക്രട്ടറിയും ഇത്തവണ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്ത ഷാനിക്കിൻ്റെ KSU മെച്ചപ്പെട്ടത്. ഇവിടെ 9 ഗ്രാം വിദ്യാർത്ഥികളുടെ നിൽക്കുന്ന മുറിയിൽ നിന്ന് പിടിച്ച അഭിരാജ് കുറ്റക്കാരനതുകൊണ്ട് SFI പിരിച്ചുവിടണം. നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി വിരുദ്ധ നീക്കത്തെ അപമാനിക്കുകയല്ലേ KSU ചെയ്തിരിക്കുന്നത്? എന്നിട്ട് പറയുന്നത് അവർ പുണ്യവാളം ചമയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒറ്റക്കെട്ടായി നടക്കേണ്ട ആ പോരാട്ടത്തെ എത്ര ദുർബലമാക്കിയിട്ടുണ്ട് KSUവിൻ്റെ ഈ രാഷ്ട്രീയം. ഇവിടെ അഭിരാജി പറയുന്ന കാര്യത്തിൽ തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ എന്നുള്ളത് ഞങ്ങൾക്ക് പരിശോധിച്ചാലേ പറയാൻ വേണ്ടി കഴിയൂ. പക്ഷെ അദ്ദേഹം കേസിൽ പ്രതിയാണെന്ന് ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ നിങ്ങൾ ആർജവം കാണിച്ചു. തള്ളി പറയുമോ നിങ്ങൾ ആകാശിനെ? തള്ളി പറയുമോ നിങ്ങൾ ഷാനിക്കിനെ? പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കേസുകളിൽ 75% കേസുകളുടെ കുറ്റക്കാരായിട്ട് യൂത്ത് കോൺഗ്രസും അതുപോലെ BJPയുമാണ് എന്ന് അവരുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കാണാം. നിങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെ എതിർത്ത് പറയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കുന്നവരല്ല. ഇപ്പോൾ ഞാൻ CPM വേണ്ടിയാണ് സംസാരിക്കുന്നത്.
ഞങ്ങളുടെ പാർട്ടി പരിപാടിക്കകത്ത് മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാൻ വകുപ്പുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഇവിടെ നേരത്തെ സുകുമാരൻ അഴീക്കോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ന് ഗാന്ധി ഈ പറയുന്ന പോലെ പിന്നെ മദ്യവർജനം പറഞ്ഞ ആളാണ്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ്സുകാരെ പിഴിഞ്ഞാൽ അവരിൽ നിന്ന് ഇഷ്ടം പോലെ ലഹരി കിട്ടുമെന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനല്ല, മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സുകുമാരൻ അഴീക്കോടാണ്. അതുകൊണ്ട് ശുദ്ധീകരണത്തിൽ കോൺഗ്രസ് എടുക്കുന്ന തയ്യാറാവണം. ഇവിടെ ഈ തങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ പറയുന്ന മദ്യപാനികളെ നടപടിയെടുക്കുമെന്ന് പറയാൻ KPCC അധ്യക്ഷൻ കഴിയോ? കോൺഗ്രസ് കഴിയോ? മദ്യത്തിന്റെ കാര്യം പറയുമ്പോ തിരിച്ചൊരു ചോദ്യം. ഇപ്പൊ ബ്രൂവറി കൊണ്ടുവന്ന് വീണ്ടും മദ്യം സുലഭമാക്കി കൊടുക്കുന്നു. 50-60 ബാറുകളുള്ള കേരളത്തിൽ 900 ബാറുകളാക്കി കൊടുത്തൊക്കെ നിങ്ങളാണ് എന്ന് കൂടി നിങ്ങൾ ഓർത്ത് സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനു കൂടി മറുപടി പ്രകാശം മാസ്റ്റർ. ഫാറൂഖ് മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഈ പറയുന്ന സാധനം വരുന്നത് നിങ്ങളുടെ കർണാടക നേതാവിന്റെ ഫാക്ടറിയിൽ നിന്നാണ്. പിന്നെ നിങ്ങളുടെ KPCC അധ്യക്ഷ കർണാടക, മഹാരാഷ്ട്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമുള്ള മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫാക്ടറികളിൽ നിന്നാണ് കേരളത്തിലേക്ക് മദ്യത്തിന് ആവശ്യമായി സാധനങ്ങളെല്ലാം വരുന്നത്. ഞങ്ങളാവട്ടെ നേരത്തെ പ്രകടനപത്രികയിൽ മദ്യം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഇത്തരം സാധനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടനപത്രികയിലുണ്ട്. ആ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കിയതുകൊണ്ട് അതുവഴി കോടികളുടെ ലാഭം ഒരു കൊല്ലം കേരളത്തിലുണ്ടാവും. കേരളത്തിൽ വേറൊരു കാര്യമുണ്ട്. ഈ നിരോധിത ലഹരിയും മദ്യം എന്നത് ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട ലഹരിയാണ്. അത് വർജിക്കണം, പക്ഷേ അതിനെ നിരോധിക്കാനാകില്ല. നിരോധിച്ച ഇടങ്ങളിലെല്ലാം അത് പരാജയമായിരുന്നു. അപ്പോൾ വർജിക്കണം. ആ പ്രക്രിയയുമായി മുമ്പോട്ട് പോകും തന്നെ സുലഭമായി നല്ല മദ്യം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് നിരോധിക്കപ്പെട്ട ലഹരിയല്ല. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അത് പുറം സംസ്ഥാനങ്ങളിലേക്ക് പോകാതെ അതിൻ്റെ ലാഭവും ഈ സംസ്ഥാനത്തേക്ക് കിട്ടുന്നു എന്നത് മറ്റൊരു വിഷയമാണ്. അതിനെ ഇതുമായി കൂട്ടിക്കലർത്തരുത് ഫറൂഖ്. ഓക്കെ, ശരി. ഞങ്ങളത് ജനങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങൾ രഹസ്യമായി നടപ്പാക്കിയൊന്നുമല്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ മദ്യനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഇത്തരം വസ്തുക്കൾ കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമാണ്. അത് കേരളത്തിലെ പണം അന്യ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സുകാരുടെ ഈ പറയുന്ന ഫണ്ടിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് അതൊരു അന്യായമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിന്നെ കേരളത്തിലെ മദ്യത്തിൻ്റെ വ്യാപാരത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അത്രയും സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലില്ല. മദ്യത്തിന്റെ സ്ഥാപനങ്ങൾ കുറയ്ക്കുന്നതിന് ഏറ്റവും ശക്തമായി ശ്രമിച്ച ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റാണ്. കണക്കുകൾ വെച്ച് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. ഇനി മദ്യത്തോട് വ്യക്തമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. മദ്യപന്മാരെ പാർട്ടിക്കാരാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മദ്യപിച്ചാൽ നടപടിയെടുക്കുമെന്ന് തീരുമാനിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. കോൺഗ്രസ് അങ്ങനെ പറയാൻ വേണ്ടിയോ? അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട. ഞങ്ങൾ കേരളത്തിൽ ഈ ലഹരി വിരുദ്ധ ഇല്ല, ഞങ്ങളെ പോലെ ഒരു പാർട്ടിയില്ല. ഞങ്ങളെ പോലെ ഒരു പാർട്ടിയില്ല. സമ്മേളനം കലക്കാനായി പുറത്തു നിന്ന് അന്നത്തെ ചില വിഭാഗീയ പ്രവണതകളുടെ ഭാഗമായി കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടല്ല. അവർക്ക് ആ ആർജവുമുണ്ട്. മദ്യപിക്കുന്നവർ ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടെന്ന് പറയാനുള്ള ആർജവം അവർക്കുണ്ട്. അങ്ങനെ കോൺഗ്രസിന് കഴിയുമോ എന്നാ ചോദിച്ചത്. ബംഗാളികളെ കൂട്ടിയിട്ടാണോ നിങ്ങൾ സമ്മേളനം നടത്തുന്നത്? എവിടെ? ഇതൊക്കെ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ലേ. ഇങ്ങനെയൊക്കെ ആർക്കും പറയാൻ ഇങ്ങനെയൊക്കെ ആർക്കും പറയാം ഫറൂഖ്. മദ്യ കച്ചവടം നടത്തുന്ന എത്ര എം പിമാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. കണക്ക് വേണോ? മദ്യം ഞങ്ങൾ കുടിക്കാൻ പാടില്ല. ഞങ്ങളെ മുൻ MLA അച്ഛനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളാ പറഞ്ഞത്, ഞങ്ങളല്ല. മദ്യക്കച്ചവടക്കാരായ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് കേരളത്തിൽ, ഇല്ലേ? വെറുതെ ശരി. പ്രകാശം മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായിട്ട് പത്രക്കാരോട് പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കുന്നത്, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായിട്ട് പത്രക്കാരോട് പറഞ്ഞു, ജീവിതത്തിൽ ഒരിറ്റ് മദ്യം കഴിക്കാത്ത ആളാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടിക്കകത്ത് എത്ര പേർക്ക് ആർജവത്തോടെ പറയാൻ വേണ്ടി കഴിയാവുന്ന ആളുകൾ
അങ്കുലീയ പരിമിതമായിരിക്കുമെന്നതിൽ ഈ കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അതൊന്നും പറഞ്ഞ് ഞങ്ങളോട് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ എംപിമാരായിട്ടുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മദ്യവിൽപ്പന വരുമാന മാർഗമാക്കിയിട്ടുള്ള നിരവധി പേരുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരൊറ്റ ആളില്ല. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ. അതൊന്നും നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാനെന്താ പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മദ്യപാനം അച്ചടക്കം എടുക്കാനുള്ള വിഷയമാണ്. നിങ്ങൾ ഏതൊക്കെ ഒരു കാര്യം പറയേണ്ടത്, ഞാൻ പാർട്ടിയെ പറ്റിയാ പറയുന്നേ. ഏതെങ്കിലും ഒരാൾ മദ്യപിക്കുന്നതിനെ പറ്റിയെന്നല്ല ഞാൻ പറയുന്നേ. ഞങ്ങളുടെ പാർട്ടി മദ്യപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന എഴുതി വെച്ച പാർട്ടിയാണ്. നിങ്ങൾക്ക് ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ കോൺഗ്രസിന് അങ്ങനെ എഴുതി വെക്കാൻ കഴിയില്ല. അതൊക്കെ ചുമ്മാ വർത്തമാനം പറയല്ലേ. അത് ഞങ്ങൾ എത്തിച്ചത് CPM എവിടെ 700 ചില്ലാനും 800 900ഓളം വരുന്ന ഒരിക്കലും അല്ലെന്ന്. നിങ്ങളുടെ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കടുംപെട്ട് മന്ത്രിസഭായോഗവും തർക്കങ്ങളും അതിന് തൊട്ട് മുമ്പ് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 418 ബാറുകൾ പൂട്ടി. എന്നിട്ട് എന്തായി? അതിന് മുമ്പ് വന്ന കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണ്? അച്ചാറിൽ വരെ മൂത്രത്തിന്റെ അംശമാണ് കണ്ടെത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അത് വിടൂ. നല്ല മദ്യം വേണ്ടവർക്ക് കൊടുക്കൂ, വർജിക്കാൻ വേണ്ട പ്രക്രിയ നടപ്പാക്കൂ. ഇതാണ് നയം. പക്ഷേ ഈ നിരോധിക്കപ്പെട്ട ലഹരിയുടെ വിഷയത്തിൽ ഇതുമായി കൂട്ടിക്കലർത്തി വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇതേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ ഈ വിഷയങ്ങളെയൊക്കെ രാഷ്ട്രീയ ബന്ധിതമായി തന്നെ കാണൂ, മറ്റ് വിഷയങ്ങളെപ്പോലെ എന്നാണ് പ്രതിപക്ഷം വാശി പിടിക്കുന്നത്. പക്ഷേ നമുക്ക് തൽക്കാലം അതിന് ചെവി കൊടുക്കാനാകില്ല. സമൂഹത്തിൻ്റെ പൊതുവിഷയമാണ്. കൗമാരക്കാരും യൗവനവും തീർച്ചയായും ഇത്തരത്തിൽ ഈ അസ്ഥികൾ ദ്രവിക്കുന്ന രാസലഹരിയിലേക്ക് പോകുമ്പോൾ അതിനെ നിരോധിത ലഹരിയെയും അല്ലെങ്കിൽ നിരോധിക്കാത്ത മദ്യത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുകയാണ്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്ത്, മനുഷ്യനുണ്ടായ കാലം മുതലേ ഈ ലഹരിയോട് ഒരു ടെൻഡൻസി അവൻ്റെ ജനിതക ഘടനയിലുള്ളതാണ്. പക്ഷേ അതുകൊണ്ടാണ് ഈ നിരോധിക്കപ്പെടാത്ത മദ്യം പോലെയുള്ള ലഹരികൾ ഒരു നിയന്ത്രിതമായി അനുവദിക്കുന്ന ഒരു രീതി ലോകത്ത് തന്നെ ഉണ്ടായത്. പക്ഷേ അതിനെ ബ്ലോക്ക് ചെയ്താൽ തീർച്ചയായും കൂടുതൽ രാസലഹരി പോലെയുള്ള അപകടങ്ങളിലേക്ക് പോകും. കോവിഡ് കാലത്തൊക്കെ നാം അത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ശാസ്ത്രീയമായ സമീപനമല്ല അത്. അപ്പോൾ നല്ല മദ്യം നൽകുകയും മദ്യത്തിനെതിരായി ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക മാത്രമേ അതിനകത്ത് നടക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായി നിരോധിച്ചാൽ അത് സപ്രസ് ചെയ്യുന്നതാവും, അത് വിഷയങ്ങളുണ്ടാകും. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നിരോധിക്കപ്പെട്ട രാസലഹരിയാണ്, കഞ്ചാവ് പോലെയുള്ള ലഹരികളാണ്. അപ്പോൾ ആ വിഷയത്തെ വ്യതിരിക്തമായി കണ്ട് തന്നെ ചെറുക്കുന്ന ഒരു രീതിയിലേക്ക് നാം പോകണം. അവിടെ കക്ഷി രാഷ്ട്രീയം കലർത്തരുത്, അവിടെ ബ്രൂവറി കൊണ്ടുവരരുത്. ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ആ ജാഗ്രത പുലർത്തണ്ടേ ശ്രീ M. ജയചന്ദ്രൻ? അജിംഷാദ്, ഇവിടെ നടക്കുന്നുണ്ട് ഈ ചർച്ചയിൽ. ഇപ്പോൾ നമ്മൾ രാസലഹരിയുടെ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ മയക്കുമരുന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാവിന് എന്താണ് വേണ്ടത്? ഫാറൂഖിന് എന്താണ് വേണ്ടത്? തീർപ്പുകൾ ഇതിൽ തന്നെ ഉണ്ടാക്കണം, തീർപ്പ് കൽപ്പിക്കണം. ജഡ്ജ്മെന്റ് ഇതിൽ തന്നെ അദ്ദേഹം നിർമ്മിക്കുകയാണ്. എന്താണ് ജഡ്ജ്മെന്റ്? പ്രധാനപ്പെട്ട ഇഷ്യൂ ലഹരി മരുന്ന് വ്യാപനമാണ്. ലഹരികളുടെ വ്യാപനം എങ്ങനെ നിയന്ത്രിക്കാം? പക്ഷെ പ്രശ്നം അതല്ല, അത് സൈഡ് ലൈൻ ചെയ്യുക, എന്നിട്ട് SFIയെ കേന്ദ്ര സ്ഥാനത്തേക്ക് പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അതാണ് തന്ത്രം, അതിനാണ് താല്പര്യം. അതിന്റെ ഒരു കൾമിനേഷനാണ് ഈ വിഷയത്തിൽ ബ്രൂവറി കൊണ്ടുവന്ന് സർക്കാരിനെതിരെ വെറുതെ ആക്രമിക്കുക. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നോക്കൂ, അതാണ് അല്ല, അത്തരത്തിലുള്ള തീർപ്പുകൾ നിർമ്മിച്ച് പൊതുസമൂഹത്തിന്റെ പൊതുബോധത്തിലേക്ക് ഈ പ്രശ്നത്തിലെല്ലാം കാരണം ആരാണ്? ഈ പ്രശ്നത്തിലെല്ലാം കാരണം SFI എന്ന് പറയുന്ന സംഘടന മാത്രമാണ് എന്ന് ഒരൊറ്റ അജണ്ടയിലേക്ക്, സിംഗിൾ പോയിന്റ് അജണ്ടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയൊരു തീർപ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും കിട്ടുന്നത്. അപ്പൊ രാഷ്ട്രീയ UDFും BJPയും മാധ്യമങ്ങളും ചേർന്ന് നിർമ്മിക്കുന്ന ഇത്തരം തീർപ്പുകളാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് മാധ്യമപ്രവർത്തന നിലയിൽ. ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ ജയപ്രകാശ്, നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രി നിയമസഭയിൽ അടക്കം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൗമാരക്കാർ, നമ്മുടെ യൗവനം, അവർ ഇങ്ങനെ കള്ളികൾ ഒന്ന് ഡിജിറ്റലൈസ് ചെയ്യുന്നു, ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെ സ്കൂളിൽ നിന്ന് ബസ്സിലേക്ക്, ബസ്സിൽ നിന്ന് വീണ്ടും സ്കൂളിലേക്ക്, പിന്നെ വീട്ടിലേക്ക്, ഇങ്ങനെ കള്ളികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധത പോകുന്നു. പല ക്യാമ്പസുകളിലും രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളില്ല, അതിൻ്റെ അഭാവം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല സോഷ്യോളജിക്കൽ എലമെൻസും ഉണ്ട് ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ പിടിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വീണു പോകാൻ. അപ്പോൾ അതിനെ കൂടി കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ശാസ്ത്രീയമായി നാം ചെയ്യണ്ടേ ഡോക്ടർ ജയപ്രകാശ്?
തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നമ്മൾ കാണേണ്ടുന്നത് കുട്ടികളിലും കൗമാരക്കാരിലും ഒക്കെ ഒരു പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് അവരിൽ ഭയങ്കര വലിയ എനർജി ഉണ്ട്, മാനസികമായിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ അവരെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിർത്തി മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അവരെ ഡീലിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പൊതു രീതി മധ്യവർഗ സമൂഹത്തിന് പൊതുവിൽ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടിയിലുള്ള എനർജി തെറ്റായ വഴികളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത വരും. ഇത് പേരൻറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, സോഷ്യൽ ഇൻ്റർവെൻഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം തന്നെ മറ്റിതര കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നതിനും അതുപോലെ പ്രവർത്തിക്കുന്നതിനുമുള്ള അവരുടെ താല്പര്യമുള്ള വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് കൂടി പ്രവർത്തിക്കുന്നതിനുമുള്ള അവസരം അവരുടെ കലാപരമായ കഴിവുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണെന്നുണ്ടെങ്കിലും അതിനുള്ള അവസരം കൂടി നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള ബഹുമുഖമായ ഒരു രീതിയിലുള്ള കുട്ടികളുടെ വികാസത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടുന്നത്. ആ രീതിയിൽ നമ്മൾ പൊതുപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതുപോലെ ഈ മറ്റ് താല്പര്യമുള്ള വിഷയങ്ങളിലും കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ക്യാമ്പസുകൾ കുറച്ചും കൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ളത് ഇവിടെ ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും അവരിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ അവരിലുള്ള മാനസികമായിട്ടുള്ള ഊർജം നല്ല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, സ്കൂളിന് പങ്കുണ്ട്, പൊതുസമൂഹം. തീർച്ചയായും വളരെ ശരിയാണ്. ഇന്നത്തെ കൗമാരം നാളത്തെ പൗരന്മാരാണ്. അവരെ ശരിയായ വിധത്തിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ എഫർട്ടാണ് ഈ നാടും ജനാധിപത്യ സംവിധാനങ്ങളും നവോത്ഥാന കേരളം പ്രത്യേകിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ അട്ടിമറിക്കാനുള്ള ലഹരിയുടെ പ്രവൃത്തിയെ നാം ഒരുപോലെ ചെറുക്കണം. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായി കൈകോർത്ത് സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെച്ച ആ വികാരത്തിനനുസൃതമായി പ്രവർത്തിച്ച് ആ മഹാമാരിയെ തോൽപ്പിച്ച മാതൃകയിൽ നമുക്ക് ആ ലഹരിയെയും തോൽപ്പിച്ച് മുമ്പോട്ട് പോകാം. അതിന് വേണ്ട കരുതലുകളാണ് രാഷ്ട്രീയ കക്ഷികൾ എടുക്കേണ്ടത്, പ്രത്യേകിച്ചും പ്രതിപക്ഷം ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.